ഭൂട്ടാൻ്റെ തലസ്ഥാനമായ തിംഫുവിലെ സിംപ്ലി ഭൂട്ടാനിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് തിംഫുവിനെ മുഴുവൻ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ച് വിവരിക്കുകയാണ് ഞങ്ങളുടെ ഗൈഡ്. ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മലകളുടെ മാറിൽ ചേർന്നു കിടക്കുന്ന തിംഫു നഗരം ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിൽ വരച്ച സുന്ദര ചിത്രം പോലെ തോന്നുന്നു. കാരണം ഭൂട്ടാനിൽ ഇന്നും നഗരനിർമ്മാണത്തിൽ പരമ്പരാഗത വാസ്തുവിദ്യക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ആധുനിക കെട്ടിടങ്ങളാണെങ്കിലും മരപ്പണികളാൽ അലങ്കരിച്ച ജനലുകളും ചായുന്ന മേൽക്കൂരകളും ഭൂട്ടാൻ്റെ തനതായ ശില്പഭംഗിയും അവയെ വ്യത്യസ്തമാക്കുന്നു. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി വെള്ള ചുവരുകളും ചുവന്ന മേൽക്കൂരകളും സ്വർണ്ണ ഗോപുരങ്ങളുമായി തലയുയർത്തി നിൽക്കുന്ന ആ മഹത്തായ സമുച്ചയമാണ് താഷിച്ചോ സോങ്. ഇവിടെയാണ് ഭൂട്ടാൻ രാജാവിൻ്റെ ഔദ്യോഗിക ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞ പ്രകാരം ഈ കാണുന്ന ദേശീയ പതാകയ്ക്ക് സമീപമുള്ള ചെറിയ കെട്ടിടമാണ് കിങ്സ് പാലസ്. വലിയ ആഡംബര കൊട്ടാരങ്ങളെക്കാൾ ലാളിത്യത്തിന് പ്രാധാന്യം നൽകുന്ന രാജകുടുംബത്തിൻ്റെ ജീവിത ശൈലിയെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. ഭൂട്ടാൻ്റെ വികസന നയത്തിലും ഈ ലാളിത്യം കാണാം. വലിയ നഗരങ്ങളുടെ ബഹളമോ തിരക്കോ ഇല്ലാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് തിംഫുവിലൂടെ ഒഴുകുന്ന നദിയും മലഞ്ചെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൈൻ മരങ്ങളും പരമ്പരാഗത കെട്ടിടങ്ങളും ചേർന്ന് ഒരു അപൂർവ ദൃശ്യവിരുന്ന് സമ്മാനിക്കുന്നത്. അതെ, ഭൂട്ടാൻ്റെ യഥാർത്ഥ സമ്പത്ത് വലിയ കെട്ടിടങ്ങളോ വൻ നഗരങ്ങളോ അല്ല. പ്രകൃതിയെ സ്നേഹിക്കുന്ന മനസ്സും സംസ്കാരത്തെ ആദരിക്കുന്ന ജീവിത രീതിയും പാരമ്പര്യവും പുരോഗതിയും കൈകോർക്കുന്ന കാഴ്ചകളുമാണ്. തിംഫുവിൽ നിന്ന് പാറോയിലേക്കുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. യാത്രയിലുടനീളം കാണുന്നതും നേരത്തെ പറഞ്ഞ മാതിരിയുള്ള പ്രകൃതി ദൃശ്യങ്ങൾ തന്നെ. സന്തോഷത്തെ വികസനത്തിൻ്റെ അളവുകോലാക്കിയ ഒരു രാജ്യത്തിൻ്റെ ഹൃദയമിടിപ്പ്. യാത്രയിലുടനീളം നമുക്കത് കാണാം, കേൾക്കാം. ഈ കാണുന്ന സൈൻ ബോർഡ് പ്രകാരം പാറോയിലേക്ക് ഇനി 17 കിലോമീറ്റർ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട തിംഫു വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 60-65 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മളിപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന പാറോയിലെ ആദ്യ കേന്ദ്രത്തിലേക്ക്. 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ വേണ്ടുന്ന യാത്ര. അതിൽ മുക്കാൽ ഭാഗവും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു.
ഇനി ചെറിയ ദൂരം മാത്രം. ഭൂട്ടാനിൽ ജനസംഖ്യ വളരെ കുറവായതിനാൽ വലിയ നഗരങ്ങൾ ഇവിടെ അധികമില്ല. ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ പട്ടണം തലസ്ഥാനമായ തിംഫു തന്നെ. അത് കഴിഞ്ഞാൽ പാറോ, പിന്നെ നേരത്തെ നാം സന്ദർശിച്ച പുനാഖ, അതുപോലെ തുടക്കത്തിൽ കണ്ട ഫെൻഷോരി. നമ്മുടെ നാട്ടിലെ ചെറിയ പട്ടണങ്ങളുടെ അത്ര പോലും വലിപ്പമില്ലാത്തവയാണ് ഇതെല്ലാം. ഭൂട്ടാനിലെത്തുന്ന വിനോദസഞ്ചാരികൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പട്ടണങ്ങളുടെ സവിശേഷത. ഈ രാജ്യത്തെ ഒരേയൊരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പട്ടണം എന്ന പ്രത്യേകതയാണ് പാരോ നഗരത്തിന് ഉള്ളത്. നമ്മുടെ നാട്ടിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷാവേലികളും ടെർമിനൽ കെട്ടിടങ്ങളുമാണ് കൂടുതലായി കാണുക. പക്ഷേ ഇവിടെ വിമാനത്താവളത്തിന് പുറത്തുള്ള വ്യൂ പോയിന്റിൽ നിന്ന് റൺവേയുടെ ഏകദേശം മുഴുവൻ ഭാഗവും ഒറ്റ ഫ്രെയിമിൽ കാണാം. അതുകൊണ്ട് തന്നെ വിമാനങ്ങളുടെ വരവും പോക്കും കാണാൻ നൂറുകണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ആ വ്യൂ പോയിന്റിലേക്കാണ് നാം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2235 മീറ്റർ ഉയരത്തിൽ 5000 മീറ്ററിലധികം ഉയരമുള്ള മലനിരകളാൽ ചുറ്റപ്പെട്ട ഇടുങ്ങിയ താഴ്വരയിലാണ് പാരോ വിമാനത്താവളം. അതുകൊണ്ട് തന്നെ ഇവിടെ വിമാനമിറക്കുക എന്നത് സാധാരണ ഒരു ലാൻഡിംഗ് അല്ല. പ്രത്യേക പരിശീലനവും പ്രത്യേക അനുമതിയും ലഭിച്ച ചുരുക്കം ചില പൈലറ്റുകൾക്ക് മാത്രമാണ് ഇവിടെ വിമാനമിറക്കാൻ അനുവാദമുള്ളത്. ഓർക്കുക, നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളേക്കാൾ മനോഹരമാണ് ഈ വഴിയോര കാഴ്ചകൾ. പറഞ്ഞു വന്നത് പാരോ വിമാനത്താവളത്തിൽ വിമാനമിറക്കാൻ അനുമതിയുള്ള പൈലറ്റുമാരെ കുറിച്ചാണ്. ഓട്ടോ പൈലറ്റിനെ മാത്രം ആശ്രയിക്കാതെ മലകളും താഴ്വരയും നേരിൽ കണ്ട് ഓരോ വളവും കൃത്യമായി നിയന്ത്രിച്ചാണ് ഇവർ റൺവേയിലേക്ക് വിമാനമെത്തിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ. രാത്രിയിൽ ഇവിടെ വിമാന സർവീസ് ഇല്ല. പകൽ വെളിച്ചത്തിൽ മാത്രമാണ് വിമാനങ്ങൾ പറക്കുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഡൽഹി, കൊൽക്കത്ത, ഗുവാഹത്തി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം പാരോയിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ലഭ്യമാണ്. സീസൺ അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് മാറുമെങ്കിലും ശരാശരി ഒരു ഭാഗത്തേക്ക് 12,000 മുതൽ 30,000 രൂപ വരെ വരുമെന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ അധികവും ബാഗ്ഡോഗ്രയിലേക്ക് വിമാനത്തിൽ പോയി അവിടെ നിന്ന് റോഡ് മാർഗം ഭൂട്ടാനിലേക്ക് എത്തുന്ന രീതിയാണ് സ്വീകരിക്കാറ്. നമ്മളിതാ വിമാനത്താവളത്തിന് പുറത്തുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തുകയാണ്. ആദ്യ നോട്ടത്തിൽ ഇതൊരു വിമാനത്താവളമാണെന്ന് തോന്നുകയേയില്ല. മലകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു മനോഹര താഴ്വര, അതിൻ്റെ ഹൃദയത്തിലൂടെ നീണ്ടുകിടക്കുന്ന റൺവേ, അതാണ് പാരോ. മറ്റു വിനോദസഞ്ചാരികളെപ്പോലെ ഞങ്ങളും ക്യാമറ ഒരുക്കി കാത്തുനിന്നു. അപ്പോഴാണ് ദൂരെ മലകൾക്കിടയിൽ ഒരു ചെറിയ വെളുത്ത പൊട്ടുപോലെ ഒരു വിമാനം പ്രത്യക്ഷപ്പെട്ടത്. നിമിഷങ്ങൾക്കകം അത് വലുതായിക്കൊണ്ടിരുന്നു. മലകൾക്കിടയിലൂടെ വളരെ പതുക്കെ വളവുകൾ പിന്നിട്ട് ഞങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരുന്നു.
ഒരു നിമിഷം തോന്നും മലയുടെ നെറുകയിലേക്കാണോ പോകുന്നത് എന്ന്. അടുത്ത നിമിഷം വലത്തോട്ട്, പിന്നെ ഇടത്തോട്ട്, മലകളെ ചുറ്റിപ്പറ്റിയുള്ള കൃത്യമായ വളവുകൾ പിന്നിട്ട് ഞങ്ങളെ കാണിക്കാനായി മാത്രം വന്നതുപോലെ ആ വിമാനം റൺവേയിലേക്ക്. അത്യന്തം മനോഹരമായ ഒരു ലാൻഡിംഗ്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഫാറോ അന്താരാഷ്ട്ര വിമാനത്താവളം. മുമ്പ് പറഞ്ഞ പോലെ പ്രത്യേക പരിശീലനവും അനുമതിയും ലഭിച്ച വളരെ ചുരുക്കം പൈലറ്റുകൾക്ക് മാത്രം വിമാനമിറക്കാൻ അനുമതിയുള്ള ഒരു വിമാനത്താവളം. ചുറ്റുമുള്ള മലകൾക്കിടയിലൂടെ പറന്നിറങ്ങുമ്പോൾ ചെറിയൊരു അശ്രദ്ധ മതി എല്ലാം തകരാൻ. നമ്മൾ കണ്ട വിമാനം, അല്പം മുമ്പ് ലാൻഡ് ചെയ്ത ആ വിമാനം ഇതാ മെല്ലെ മുന്നോട്ട് വരികയാണ്. വിമാനം ആകാശത്ത് പറക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടാകാം. മറ്റ് വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നതും കണ്ടിട്ടുണ്ടാകാം. പക്ഷേ മലകളെ തഴുകി വളവുകൾ പിന്നിട്ട് ഇത്രയും മനോഹരമായി റൺവേയിൽ വന്നിറങ്ങുന്ന കാഴ്ച ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെ. ഭൂട്ടാനിലേക്ക് വരുന്ന ഓരോ സഞ്ചാരിയും കണ്ടിരിക്കേണ്ട, മനസ്സിൽ സൂക്ഷിക്കേണ്ട അപൂർവമായ ഒരു അനുഭവം. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ എത്തിയതുകൊണ്ട് മാത്രം ലഭിച്ച അപൂർവ സൗഭാഗ്യമായി ഈ ലാൻഡിങ്. എല്ലാവരും കാഴ്ചയിൽ ലയിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഗൈഡിൻ്റെ വിളി വന്നു. അടുത്ത കേന്ദ്രത്തിലേക്ക് യാത്രയ്ക്കുള്ള സമയമായി. താമസ സ്ഥലത്തേക്ക് പോകും മുമ്പ് ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. വിമാനത്താവളത്തോട് വിട പറഞ്ഞ് ഞങ്ങളുടെ വാഹനത്തിലേക്ക്. ഇതാ അടുത്ത കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നു. പോസ്റ്റ് ഓഫീസ് അല്ല കേട്ടോ. ലെറ്റർ ബോക്സ് കണ്ടപ്പോൾ ഒരു കൗതുകം, ഒരു ഫോട്ടോ. ഭൂട്ടാനീസ് ഡ്രസ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഭൂട്ടാൻ്റെ സംസ്കാരത്തെ അടുത്തറിയാൻ കഴിയുന്ന ഒരു ചെറിയ സുവനീർ ഷോപ്പ്. ഇവരുടെ ദേശീയ വസ്ത്രങ്ങൾ വാടകയ്ക്ക് ധരിക്കാനുള്ള അവസരമുണ്ടെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ആ അവസരം വിട്ടുകളഞ്ഞില്ല. അഭിനവ ഭൂട്ടാനികളായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് പലരും. ഇവിടുത്തെ പുരുഷന്മാർ ധരിക്കുന്ന ദേശീയ വസ്ത്രമാണ് ഖോ. മുട്ടുവരെ നീളമുള്ള ഈ വസ്ത്രം അരയിൽ വിശാലമായ ബെൽറ്റ് കൊണ്ട് മുറുക്കിയാണ് ധരിക്കുന്നത്. അരയ്ക്ക് മുകളിലായി രൂപപ്പെടുന്ന വലിയ മടക്കിനുള്ളിൽ മൊബൈൽ ഫോൺ മുതൽ ചെറിയ സാധനങ്ങൾ വരെ സൂക്ഷിക്കാമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ പേര് കിറ. കണങ്കാൽ വരെ നീളമുള്ള മനോഹരമായ കൈത്തറി തുണി കൊണ്ട് നിർമ്മിച്ച വസ്ത്രം. അതിനു മുകളിലൂടെ ധരിക്കുന്ന മനോഹരമായ ജാക്കറ്റും ആഭരണങ്ങളും ചേർന്നാൽ ഭൂട്ടാനി സ്ത്രീകളുടെ തനതായ സൗന്ദര്യം പൂർണ്ണമാകും. ഇന്നും സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഔദ്യോഗിക ചടങ്ങുകളിലും ഈ ദേശീയ വസ്ത്രം അഭിമാനത്തോടെ ധരിക്കുന്നത് ഭൂട്ടാൻ്റെ സംസ്കാരത്തോടുള്ള ആദരവിൻ്റെ പ്രതീകമാണ്. വസ്ത്രധാരണത്തിൻ്റെ രസകരമായ ചില നിമിഷങ്ങൾ ഇതാ. This is the world's biggest pocket. Start from here and ends here. Whatever you want to do. Still.
ഏതായാലും വേഷം കെട്ടാൻ തുനിഞ്ഞിറങ്ങി. ഇനി അവർ പറയുന്നത് അനുസരിക്കാതെ രക്ഷയില്ല. പുരുഷന്മാരുടെ കുപ്പായത്തിൻ്റെ കൈകളുടെ അറ്റത്ത് വെള്ളം തരം കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ലാഗെ എന്ന് പേരുള്ള പ്രത്യേക പീസാണ് അത്. ഇതാ ഒരുക്കം പൂർത്തിയായതിൻ്റെ ആരവം. ഞങ്ങളുടെ സംഘത്തിലെ ഒട്ടുമിക്ക പേരും യഥാർത്ഥ ഭൂട്ടാനികളായി മാറിക്കഴിഞ്ഞു. പിന്നെ ചിരിയും കളിയും ഫോട്ടോഷൂട്ടുകളും റീൽസും ആകെ ആഘോഷം തന്നെ. സുവനീർ കടയിലെ വസ്ത്രം ധരിപ്പിച്ച ഭൂട്ടാനി ലേഡിയും ഞങ്ങളുടെ 2 ഗൈഡുമാരും ഒപ്പം ചേർന്നപ്പോൾ പിന്നെ പറയുകയേ വേണ്ട. ലൊക്കേഷനുകൾ മാറി മാറി ഷൂട്ടോട് ഷൂട്ട്. ആട്ടവും പാട്ടും കഴിഞ്ഞതോടെ ഒറ്റയ്ക്കും ചെറു സംഘങ്ങളായും മൊത്തം സംഘമായും എല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്ക് തന്നെ. ആണുങ്ങളുടെ ഗ്രൂപ്പും പെണ്ണുങ്ങളുടെ ഗ്രൂപ്പും വീട്ടുകാരുടെ ഗ്രൂപ്പും കൂട്ടുകാരുടെ ഗ്രൂപ്പും ഗ്രൂപ്പോട് ഗ്രൂപ്പ്. അകത്തുനിന്നും പുറത്തുനിന്നും ഒറ്റയ്ക്കുള്ള ഫോട്ടോ. ഗൈഡുമൊത്ത് ഒരു ഫോട്ടോ. ഇനി കപ്പിൾസ് ഫോട്ടോ. ഇരിക്കട്ടെ ഇങ്ങനെയുമൊന്ന്. അവസാനമായി ദേശീയ വസ്ത്രങ്ങൾ അണിഞ്ഞ സംഘാംഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഫോട്ടോ. ഇടുന്നത്ര വിഷമമുണ്ടായില്ല ഊരി കൊടുക്കാൻ. അത് കഴിഞ്ഞ് സുവനീറുകളും വാങ്ങി തൊട്ടടുത്ത കടയിൽ നിന്ന് ചായയും കഴിച്ച് മടക്കം. താമസ സ്ഥലമായ റിവർ ഫ്രണ്ട് റിസോർട്ടിലേക്ക്. റിസോർട്ടിൻ്റെ മുറിയിലെത്തി ജാലകം തുറന്നപ്പോൾ തൊട്ടു താഴെ കല്ലുകളിൽ തട്ടി ഒഴുകുന്ന നദിയുടെ സംഗീതം. പ്രകൃതി ഒരുക്കിയ ഏറ്റവും മനോഹരമായ താരാട്ടുപാട്ട്. ആ രാത്രിയിലെ നിശബ്ദതയിൽ ആ ഒഴുക്കിൻ്റെ താളം കേട്ടുകൊണ്ട് മനസ്സും ശരീരവും യാത്രയുടെ അടുത്ത വെല്ലുവിളിക്കായി തയ്യാറെടുക്കുകയായിരുന്നു. കാരണം അടുത്ത പ്രഭാതത്തിലാണ് ഭൂട്ടാൻ യാത്രയിലെ ഏറ്റവും ആവേശകരമായ അനുഭവങ്ങളിലൊന്നായ ടൈഗേഴ്സ് നെസ്റ്റ് ഹൈക്കിംഗ്. ആ സ്വപ്നം മനസ്സിൽ നിറച്ചുകൊണ്ട് നദിയുടെ താരാട്ടിൽ ഞങ്ങളും പതിയെ ഉറക്കത്തിലേക്ക്. പിറ്റേന്ന് പുലർച്ചെ ഭൂട്ടാൻ്റെ ആത്മീയതയുടെ കൊടുമുടിയിലേക്ക്. ഹൈക്കിങ്ങിൻ്റെ വിശേഷങ്ങളുമായി ഇൻ ഭൂട്ടാൻ ദ ഹാപ്പി ലാൻഡ് പാർട്ട് 8 ഒയോളം വോയിസിൽ ഉടൻ വരുന്നു. കാത്തിരിക്കുക.